ഹലോ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങൾ പത്തനംതിട്ട പോകുന്ന വ്ളോഗാണ്. എന്തിന് എങ്ങനെ എന്നൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 3:34 അങ്ങനെ ചായ കുടിച്ചിട്ട് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം ഗായ്സ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഗായ്സ്. നമ്മൾ ട്രെയിനെത്തി. അപ്പം സീറ്റൊക്കെ ഓൾറെഡി ബുക്കിംഗ് ചെയ്തതായതുകൊണ്ട് ഫുൾ നമുക്ക് എന്താ പറയുക ഫ്രീ ആയിട്ട് പോകാൻ പറ്റി. വണ്ടി കയറി തൊട്ട് ഞാനും ആകാശം ഉറങ്ങാൻ തുടങ്ങിയത്. അങ്ങനെ എണീച്ച ടൈമിലുള്ള മുഖമാണിത്. പിന്നെ നമുക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ ബിസ്ക്കറ്റും നട്ട്സൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഇരുന്ന് ബോറടിച്ചപ്പം ട്രെയിൻ നിർത്തിയപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിച്ചു. ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് ടൈം ചിലവഴിച്ചു. പത്തനംതിട്ട ഇറങ്ങാൻ സ്റ്റോപ്പില്ലായിരുന്നു. അപ്പോൾ ചങ്ങനാശ്ശേരി ഇറങ്ങി അവിടെ പിക്ക് ചെയ്യാൻ വന്നു. ഇതാണ് ഗൈസ് ഞങ്ങളുടെ റൂം. ഗൈസ് ഇതാണ് റൂം. ഗൈസ് റൂം കിട്ടി. അങ്ങനെ റൂമിലെത്തി. നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായത്. ട്രെയിനിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. നേരെ നമ്മൾ ഉച്ചയൂണാണ് കഴിച്ചിട്ടുണ്ടായത്. പറഞ്ഞത് ഫ്രൈ ആണ്. ഏട്ടൻ എന്താ പറഞ്ഞ 65 എത്തിയിട്ടില്ല ഗായ്സ്. അങ്ങനെ ബ്രൈഡിൻ്റെ സാരി എത്തിയിട്ടുണ്ട്. സാരി അയൺ ചെയ്യട്ടെ. ഹലോ, അപ്പോൾ സാരിയൊക്കെ അയൺ ചെയ്തു. അമ്മയുടെയും ബ്രൈഡിൻ്റെയും ഉണ്ടായത്. അപ്പോൾ അത് രണ്ടും അയൺ ചെയ്തു. ഗായ്സ് ഫുഡ് കഴിക്കാൻ പോകുന്നു. ഇത് നൈറ്റത്തെ ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇരിക്കും വെറും ഫുഡ് തീറ്റി മാത്രമാണ്. രാത്രി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസും സൂപ്പുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. നമ്മളെ കണ്ണൂർ അത്ര പോരാ. അങ്ങനെ ഏർലി മോർണിംഗ് ആയി നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ബ്രൈഡിൻ്റെ അച്ഛൻ കൂട്ടാൻ വന്നു ഞങ്ങളെ. ഇതാണ് ബ്രൈഡിൻ്റെ വീട്. ഹലോ ഗായ്സ്, ഇതാണ് ശ്രീലക്ഷ്മി. അപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവരെ പറ്റി ഒന്നും പറയാനില്ല ഗൈസ്. നല്ല സ്വഭാവം, നല്ല കെയറിങ്. നമ്മൾ എന്താ പറയുക, നമുക്ക് ഓരോന്ന് ഇവർ ചോദിച്ചെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛൻ റെയിൽവേ ഉദ്യോഗസ്ഥനാണ്, അമ്മ ടീച്ചറാണ്. ഒന്നും പറയാനില്ല. ഇതാണ് ശ്രീലക്ഷ്മിയുടെ ആഫ്റ്റർ ലുക്ക്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. പത്തനംതിട്ടയിൽ കണ്ണൂരുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നെയായി ബുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് ഏറെ അധികം സന്തോഷമുണ്ട് ശ്രീലക്ഷ്മിനെ ഇങ്ങനെ ഹാപ്പി ആക്കാൻ പറ്റിയതിനും. പിന്നെ അങ്ങനെ നമ്മളെ ബ്രൈഡിന്റെ ഈ ഒരു വർക്ക് കിട്ടിയതിനും ഇതാണ്. ശ്രീലക്ഷ്മി വളരെ ഹാപ്പിയിലാണ്. ശ്രീലക്ഷ്മിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു മേക്കപ്പ് യൂസ് ചെയ്യാത്തതുകൊണ്ട്. ഓഡിറ്റോറിയം എത്തി. ഇതാണ് ഓഡിറ്റോറിയം. നല്ല എന്താ പറയുക, നല്ല വലിയ ഓഡിറ്റോറിയം ആയിരുന്നു. നല്ല കല്യാണ മണ്ഡപവും ഫുൾ സൗകര്യമുള്ള ഓഡിറ്റോറിയം ആയിരുന്നു ഗൈസ്. അപ്പം റൂം കിട്ടി. എല്ലാവരും വിചാരം എന്ന് പറഞ്ഞാൽ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെറിയ സമയം കൊണ്ട് മേക്കപ്പ് ചെയ്തിട്ട് പൈസയും വാങ്ങിപ്പോകാൻ. നമുക്ക് അതിൻ്റേതായ സ്ട്രെസ് ഉണ്ട്. അതായത് രാവിലെ ഏർലി മോർണിംഗ് ഉറക്കൊഴിയുക, പിന്നെ ഇതുപോലെ സാരി അവരെ കൂടെ തന്നെ നടക്കുക, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. ചെറിയ പണി മാത്രമല്ല നമുക്കുള്ളത്. പിന്നെ അവരെ അത്രയും ഭംഗിയിൽ ഒരുക്കി കൊടുക്കുക, അത് തന്നെ വലിയ കാര്യമാണ്. ഇവിടെ പ്രേയറൊക്കെ ഉണ്ട് ഗൈസ്. താലികെട്ടിന് മുന്നേ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഇവർ ബാക്കി പരിപാടിയിലേക്ക്. ആദ്യമായിട്ട് ആശന്റെ കഷ്ടപ്പാട് കാണുന്നു. ഇതാണ് എൻ്റെ ബ്രൈഡിൻ്റെ സെക്കൻഡ് ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അങ്ങനെ ഫുഡൊക്കെ കിട്ടി, ഫുഡൊക്കെ കഴിച്ചു. ഇവിടുത്തെ ഒരു പ്രത്യേകത പായസമാണിത്. ഇതെന്താ പറയാന്ന് എനിക്കറിയില്ല. പാൽപ്പായസവും അതിൻ്റെ കൂടെ എന്തോ കോമ്പിനേഷൻ.
ഗൈസ് ഇതാണ് തേർഡ് ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു മഴ കണ്ടതിനോട് നമ്മൾ യാത്രയായി ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.